Hello friends, welcome to Leon's Club. I am Licho. Rava കൊണ്ടുണ്ടാക്കാവുന്ന ഒരു സ്നാക്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കില്ലേ നമുക്ക് 1/2 കപ്പ് റവയിൽ അതങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവ ആയതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് എടുക്കണ്ട, ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങോട്ട് എടുത്താൽ മതി. പിന്നെ നിങ്ങൾ വറുക്കാത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് അങ്ങോട്ടൊന്ന് അങ്ങോട്ട് എടുക്കുക. പിന്നെ ഞാൻ വറുത്ത റവ ആയതുകൊണ്ട് ഇത് ഇത്ര മതി. ഇപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ചൂടായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനിയില്ലേ ഇത് നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റാം. ഇനിയില്ലേ ഞാനൊരു 3 അച്ച് ശർക്കരയില്ലേ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നമുക്കില്ലേ ഈ പാത്രം കണ്ട, ഈ പാത്രത്തിലേക്ക് അങ്ങോട്ട് കൊടുക്കാം. പെട്ടെന്ന് ഉരുകി കിട്ടാനാണ് കേട്ടാ ഞാൻ ഇങ്ങനെ പൊടിച്ചെടുത്തത്. പിന്നെ ഇത് 1 കപ്പ് തികച്ചില്ല കേട്ടാ, 3 അച്ച് ശർക്കരയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പിന് കുറച്ചങ്ങോട്ട് കുറവുണ്ട്. ഇനിയില്ലേ നമുക്ക് ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്തിട്ടില്ലേ ഇതൊന്ന് നന്നായിട്ട് അങ്ങോട്ട് ഉരുക്കി അങ്ങോട്ട് എടുക്കാം. എന്നിട്ടുണ്ടല്ല നമ്മുടെ ഈ ശർക്കര ഒന്ന് ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. ഇപ്പൊ കണ്ട നമ്മുടെ ശർക്കര ഇവിടെ നന്നായിട്ട് അങ്ങോട്ട് ഉരുക്കി അങ്ങോട്ട് വന്നിട്ടുണ്ട് ട്ടാ. ഇനിയില്ലേ ഇതങ്ങോട്ട് അരിച്ചിട്ട് മറ്റൊരു പാനിലേക്ക് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. ഞാനില്ലേ ഇപ്പോല്ലേ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല കേട്ടാ. ഇനി നമ്മുടെ ഈ ശർക്കരയില്ലേ തിളപ്പിച്ചിട്ടൊന്ന് നന്നായിട്ട് അങ്ങോട്ട് തിക്കാക്കി അങ്ങോട്ട് എടുക്കണം. ഇപ്പോൾ ശർക്കര പാനി ഇവിടെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് അങ്ങോട്ട് ചെറുതായിട്ട് അങ്ങോട്ട് കുറുകി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇനിയില്ലേ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയില്ലേ അതങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയില്ലേ അതും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. ഇനിയില്ലേ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന റവ ഉണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഈ സമയത്തുണ്ടല്ലോ ലോ ഫ്ലെയിമിൽ വെക്കണം ട്ടാ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ അങ്ങോട്ട് പിടിക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഡ്രൈ ആക്കി അങ്ങോട്ട് എടുക്കണം. ഇപ്പോൾ ഇതിൽ ശർക്കര വെള്ളല്ലേ ഒക്കെ അങ്ങോട്ട് വറ്റി നന്നായിട്ട് അങ്ങോട്ട് ഡ്രൈ ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഫ്ലെയിം കുറച്ചിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അടിയിൽ അങ്ങോട്ട് പിടിക്കും. ഇനി നമുക്ക് ഇത് 1-2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചങ്ങോട്ട് വെക്കാം. ഇപ്പോലെ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്കില്ലേ ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് അങ്ങോട്ട് ചെയ്യാം. എന്നിട്ടില്ലേ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. എന്നിട്ടില്ലേ ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. നെയ്യില്ലേ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കണം കേട്ടാ. നെയ്യ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കണത്. ഇനിയില്ലേ ഇതങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് നെയ്യില്ലേ പൂരട്ടി അങ്ങോട്ട് കൊടുക്കണുണ്ട് കേട്ടാ. ഇനിയില്ലേ നമുക്ക് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഈ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് 1 ടീസ്പൂൺ വെച്ചിട്ടില്ലേ നന്നായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ കനത്തിൽ അങ്ങോട്ട് ആക്കിയെടുക്കാട്ടാ. പിന്നിണ്ടില്ല നമ്മുടെ ഈ ടീസ്പൂൺ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിലേ ടീസ്പൂണിന്റെ പുറം ഭാഗത്ത് കുറച്ച് നെയ്യ് അങ്ങോട്ട് തടവി അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടാ. ഒന്ന് ചൂടാറിക്കഴിഞ്ഞാലേ ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങോട്ട് കൊടുത്താലേ സംഭവം അങ്ങോട്ട് സെറ്റപ്പായി അങ്ങോട്ട് വരും. എന്നിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ തന്നെ ഇതൊന്ന് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് സെറ്റായിട്ട് അങ്ങോട്ട് വരും. അപ്പോൾ ഇത് ഇവിടെ അങ്ങോട്ട് സെറ്റായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടാ. ഇനിയില്ലേ നമുക്ക് അങ്ങോട്ട് കട്ട് അങ്ങോട്ട് ചെയ്യാം. ഇതിലേ നന്നായിട്ട് അങ്ങോട്ട് ചൂടാറിയിട്ടില്ല കേട്ടാ, ചെറുതായിട്ട് ഇപ്പോഴങ്ങോട്ട് ചൂടുണ്ട് കേട്ടോ. ഈ ചൂടിൽ വേണം നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇത് ഇത്രയുള്ളൂ. വളരെ ടേസ്റ്റിയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു റവ സ്നാക്സ് ഇല്ലേ, എല്ലാവരും ഒന്നങ്ങോട്ട് ഉണ്ടാക്കി അങ്ങോട്ട് നോക്കുക. പിന്നെ ഒരു കാര്യം മറക്കരുതിട്ടാ, ഇത് ഉണ്ടാക്കി അങ്ങോട്ട് നോക്കിയിട്ട് അഭിപ്രായം അങ്ങോട്ട് കമന്റ് അങ്ങോട്ട് ചെയ്യുക. ഇതുപോലെ കൈകൊണ്ട് മുറിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിൽ തന്നെയാണ് ഈ സീറ്റ് ഉള്ളത്. ഒരുപാട് ഹാർഡായിട്ടുള്ള സീറ്റ് അല്ല അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നത് വരെ എല്ലാവരും അങ്ങോട്ട് സുഖമായിട്ട് അങ്ങോട്ട് ഇരിക്കട്ടോ.